ഭൗതിക പ്രത്യയശാസ്ത്രങ്ങൾക്ക് മാത്രമാണ് നിലനിൽപ്പെന്ന് പറഞ്ഞ് ലോകം കൊട്ടിഘോഷിച്ച ഒരു സന്ദർഭത്തിൽ ഇല്ല. ലോകത്ത് വിമോചനത്തിന്റെ പ്രത്യയശാസ്ത്രമർ പറയുന്ന ഇസ്ലാമിന് മാത്രമേ അതിന് ശേഷിയുള്ളൂവെന്ന് പറഞ്ഞ് കുലുങ്ങാതെ പതറാതെ ലോകത്തിന്റെ വൻസന്നാഹങ്ങൾക്ക് മുതൽ നെഞ്ചു വിരിച്ചു നിന്ന ഒരു നായകനുണ്ട്. അദ്ദേഹത്തിന്റെ പേരാണ് സയ്യിദ് അബുൽ അഅ്ല മൗദൂദി. പക്ഷേ അബുൽ അഅ്ല മൗദൂദി ജമാഅത്തെ ഇസ്ലാമിയുടെ ഒരു പ്രമാണമല്ല, ജമാഅത്തെ ഇസ്ലാമിയുടെ അടിസ്ഥാനമല്ല. അദ്ദേഹം വിശുദ്ധ ഖുർആനും തിരുസുന്നത്തിനെയും ആദർശമായി സ്വീകരിച്ച് അതിന്റെ അടിസ്ഥാനത്തിൽ ലോകത്തെ എല്ലാ പ്രശ്നങ്ങളെയും അതിന്റെ ഫ്രെയിംവർക്കിലൂടെ, അതിന്റെ കണ്ണടയിലൂടെ നോക്കിക്കാണുകയും നീതിയും മനുഷ്യത്വവും മാനവികതയും സഹോദര്യവും ലോകത്ത് മൂല്യമായി സ്വീകരിച്ച ഈ ആദർശത്തെ അതിന്റെ പ്രത്യയശാസ്ത്രമായി സ്വീകരിച്ച ഇസ്ലാമിക പ്രസ്ഥാനം. അതുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് അതിന്റെ നന്മ അനുഭവിക്കണം. നിങ്ങൾ ദരിദ്രരാണോ? നിങ്ങളെ ദാരിദ്ര്യത്തിൽ നിന്ന് വിമോചിപ്പിക്കാൻ വേണ്ടി ഇസ്ലാമിന്റെ ആരാധനയിലെ ഏറ്റവും ചൈതന്യവത്തായ സക്കാത്ത് സംവിധാനത്തെ സുസംഘടിതമായി സംവിധാനമായി ഞങ്ങൾ ഉപയോഗിക്കുന്നു. അതുപോലെ തന്നെ സേവന പ്രവർത്തനങ്ങളെ ഞങ്ങൾ ഉപയോഗിക്കുന്നു. മിഷൻ പോലെയുള്ള സേവന സംവിധാനങ്ങളെ, പീപ്പിൾസ് ഫൗണ്ടേഷൻ പോലെയുള്ള സംവിധാനങ്ങൾ, ഇതുപോലെയുള്ള സംവിധാനങ്ങളെയെല്ലാം മനുഷ്യരെ ചേർത്ത് പിടിക്കാൻ ഉപയോഗിക്കുന്നു. ഇസ്ലാമിന്റെ എന്തൊക്കെ നന്മകളുണ്ടോ ആ നന്മകളെല്ലാം പ്രിയപ്പെട്ടവരെ അത് ഇസ്ലാമിന് മാത്രമല്ല, മുസ്ലിങ്ങൾക്ക് മാത്രമല്ല, ഈ രാജ്യത്തെ മുഴുവൻ നിവാസികൾക്കും അനുഭവിക്കാൻ സാധിക്കുമെന്ന ഉറച്ച ബോധ്യം കൊണ്ട് 75 വർഷം ഈ രാജ്യത്ത് പ്രവർത്തിച്ച പ്രസ്ഥാനമാണ് ഇസ്ലാമിക പ്രസ്ഥാനം എന്ന് പറയുന്നത്. അതുകൊണ്ട് അതിന്റെ ആദർശത്തിന് അടിയുറപ്പുള്ള ആദർശമാണ്, നെഞ്ചുറപ്പുള്ള ആദർശമാണ്. അതുപോലെ തന്നെ ഇന്നും വിമോചനം ആഗ്രഹിക്കുന്ന ജനതയ്ക്ക് വെളിച്ചം പകർന്നു കൊടുക്കുന്ന ആദർശമാണെന്ന് ഇന്നത്തെ ലോകത്ത് കണ്ണു തുറന്നു നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും. KG സെന്ററിൽ ഇറക്കുന്ന ക്യാപ്സൂളുകൾ ഇന്ന് ഏറ്റവും കൂടുതൽ നിറഭേദമില്ലാതെ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നത് സൈബർ ഇടങ്ങളിലെ സംഘപരിവാർ ഇടങ്ങളാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. കാരണം രുചിഭേദങ്ങളില്ലാതെ അവർക്ക് ആസ്വദിക്കാൻ കഴിയുന്ന ഔഷധമാണ്, മരുന്നാണ് KG സെന്ററിൽ വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് ഈ കേരളീയ സമൂഹത്തെ ആഴത്തിൽ പരിക്കേൽപ്പിക്കുമെന്ന് മനസ്സിലാക്കി ജമാഅത്തെ ഇസ്ലാമിക്ക് വേണ്ടിയല്ല, കേരളത്തിലെ മുഴുവൻ ജനതയ്ക്ക് വേണ്ടിയും കേരളീയ സമൂഹത്തിന് വേണ്ടിയും ആർജവത്തോടുകൂടി എഴുന്നേറ്റ് നിൽക്കാൻ സന്നദ്ധമായ പ്രസ്ഥാനമാണ് ഇസ്ലാമിക പ്രസ്ഥാനം എന്ന് പറയുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നിങ്ങൾ പിഴുതെറിയാൻ തീരുമാനിച്ചാൽ, നിങ്ങൾ തുടച്ചു മാറ്റാൻ തീരുമാനിച്ചാൽ, നിങ്ങൾ ആരോപണങ്ങൾ കുമിഞ്ഞുകൂട്ടി ഇതിനെ ഇല്ലായ്മ ചെയ്യാൻ തീരുമാനിച്ചാൽ, ജനഹൃദയങ്ങളിൽ നിന്ന് പറിച്ചു മാറ്റാൻ തീരുമാനിച്ചാൽ, പൂർവാധികം ശക്തിയോടുകൂടി ജനങ്ങളുടെ മനസ്സിൽ നനവായി, വെളിച്ചമായി, ഊർജമായി, പ്രകാശമായി കത്തിച്ചലിച്ചു നിൽക്കാൻ കരുത്തും ശേഷിയുമുള്ള ഒരാദർശത്തെ ജ്വലിപ്പിച്ചു നിർത്തുന്ന പ്രസ്ഥാനമാണ് ഇസ്ലാമിക പ്രസ്ഥാനം എന്ന് പറയുന്നത്. അതുകൊണ്ട്